അത് വേറൊരു രസമുണ്ട്. ഒരു ഇന്റർവ്യൂലോ എവിടെയോ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ടല്ലോ, ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതുമുഖ നടൻ ആരാന്ന് ചോദിക്കുന്നത്. അത് ദുൽഖർ ആണോ ദെൻ ആരാ പ്രണവാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് എനിക്ക്. അപ്പൊ ദുൽഖറിന് ഇഷ്ടമാണോ പ്രണവിന് ഇഷ്ടമാണോ, പക്ഷെ എനിക്ക് ഇവരെക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഫഹദ് ഫാസിലിന്റെ അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം. അത് എവിടേക്കോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫഹദ് ഫാസില് ഒരു ഇന്റർവ്യൂവിൽ എങ്ങാണ്ട് തിരിച്ചു പറയുന്ന ഒരു സംഭവം ഉണ്ട്. ലാലേട്ടന് ശേഷം ഇല്ല, അതാണ് മൂപ്പര് പറയുന്നത്. ഭയങ്കര ഒരു ഇവാൻടൈക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് സംഭവം. അപ്പൊ എന്തായാലും പടം എനിക്ക് നല്ല, ഈ ഓണത്തിന് റിലീസാന്ന് തോന്നുന്നു അല്ലേ? റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടോ? നല്ല ടീമുമായിട്ടാണല്ലോ മുട്ടാൻ പോകുന്നത്. ബബ്ബ, ഹൃദയപൂർവ്വം, പഴയ എല്ലാരും ഫോമിലേക്ക് ഐ തിങ്ക് ആണെന്ന് തോന്നുന്നു. നല്ല പടമാണെങ്കിൽ എല്ലാരും കാണും. ഓഗസ്റ്റ് 28, അതെ, ഓണം റിലീസാണ് അടുത്ത മാസം. വേറെ മോഹൻലാലിന്റെ കുറെ കാലത്തിന് ശേഷം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പടം ജനാർദ്ദനും ഉണ്ട് അല്ലെ. അത് എങ്ങനെ പോവാതിരുന്നാ മതി വെച്ചാല്, ഇപ്പൊ സത്യനന്ദിക്കാട് ഫിലിംസ് ഒക്കെ ചിലപ്പോ ഒരു നമ്മള് 2008 വന്ന ഇപ്പൊ സ്നേഹവീട് ആ സമയത്തൊക്കെ ചെയ്ത കുറച്ച് മൂവീസ് ഉണ്ട്. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മകൾ എന്ന് പറഞ്ഞ, അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സംഭവം അല്ലാതെ ഒരു പുതിയ രീതിയിലേക്കുള്ള അതായിരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇപ്പൊ സത്യനന്ദിക്കാട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പ്രകാശൻ അതുപോലെ ജോമോന്റെ സുവിശേഷങ്ങളൊക്കെ സത്യനന്ദിക്കാട് തന്നെ പോയതാണ്. അതെ അതെ അതെ, അത് ശരിക്കും അതൊരു അതെ, എസ്പെഷ്യലി ഞാൻ പ്രകാശൻ അതൊക്കെ ഒരു പുതിയ ജോണറിലേക്ക് വന്നിട്ട് നമ്മളെ ഭയങ്കര എന്റർടൈൻ ചെയ്യിച്ചു. എടാ, ടിപ്പിക്കൽ എന്തോന്നടെ എക്സ്പ്രഷൻ. എന്തോന്നടെ നമ്മളെ കുറെ പടങ്ങളിൽ വന്നിട്ടുണ്ട് തോന്നുന്നില്ലേ, ഒരു ട്രിവാൻഡ്രം സ്ലാങ് പോലെ വരുന്ന. എന്നാൽ കോമൺലി നമുക്ക് എവിടെയും ലാലേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് അനായാസം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതായി. ഇതിനകത്ത് ആദ്യത്തെ പറഞ്ഞ പോലെ. എടാ ഒരു മിനിറ്റ്, ഇതിന്റെ ഒരു ഇത് 180p ആണെങ്കിൽ ഇതിന്റെ ഒരു 240p നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത ട്രെയിലറിൽ ഉണ്ടായിരുന്നു. എന്തോന്നടേ, ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? അത്രേ പറയുന്നുള്ളൂ, കാരണം അവരെയൊന്നും കഴിവിനെയോ അതിനോ പരാമർശിക്കാനുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞു നിർത്തുന്നു. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് വിടാം. അത്രയും മതി. നമ്മളെ പൊസിഷനും കൂടി കണക്കാക്കിയിട്ട് അല്ല, നമ്മൾ പക്ക ഓഡിയൻസ് ആണ്. അതിന്റെ മുകളിൽ ഒന്നുമില്ല. നമുക്ക് ഒരു പരിപാടി അറിയില്ല, നമുക്ക് ഒരു ഇതിൽ നമ്മൾ ഓഡിയൻസിന്റെ കണ്ണിൽ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ആസ്വാദകരാണ്. അതെ, ജസ്റ്റ് നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻസ് പറയുന്നത് മാത്രം. അതിനർത്ഥം നമ്മൾ അതിന് മുകളിലാണെന്നും നമ്മൾ അതിനിങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരാളുടെ കഴിവുകൾ ഒരിക്കലും നമ്മള് കുറച്ച് കാണാൻ പാടില്ല. അത് ഒട്ടും ശരിയല്ലല്ലോ. അത് നമ്മൾ പരിശ്രമിച്ചിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ ശ്രമിക്കുക നല്ലത്. കാരണം എല്ലാവർക്കും അവരുടേതായ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും. ഒന്നും മോശമല്ല, അതിനൊരു താരതമ്യം ചെയ്യാൻ പറ്റുമായിരിക്കും, കമ്പയറബിൾ ആയിരിക്കും എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. ചോക്ലേറ്റ് ബോയ് ആണോ മോഹൻലാൽ? എന്താ അറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. CTMRI അല്ലേ, ആക്സിഡന്റ് സീൻ എന്തോ